ഹലോ ഗൈസ്, രാവിലെ തന്നെ ഒരു കല്യാണത്തിന് പോകുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി ഞാനും വൈശും കൂടിയിട്ടാണ് കല്യാണത്തിന് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് വൈശും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവന് ലീവാണല്ലോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്ന വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വഴിക്കിത് ഈ ഒരു സാധനം വാങ്ങി കഴിച്ചിട്ട് ചായയും വാങ്ങി കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നേരെ നമ്മളിത് ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രീൻഫീൽഡിലാണ് നമ്മളെ കല്യാണം നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗസ്റ്റുകളൊക്കെ പുറത്താണ് ഉണ്ടായിരുന്നത്, അകത്താരുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ചായ കുടിച്ചിട്ട് പോകുന്ന വെച്ചാൽ അങ്ങനെ ചായയും കുടിച്ച് നേരെ നമ്മളിതേ അകത്ത് ഹാളിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹാളിൽ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ലേറ്റ് ആവും മാരേജ് തുടങ്ങാൻ വേണ്ടിയിട്ട്. 12 മണിക്ക് ആ സമയം മാത്രമേ മാരേജ് അവരുടെ തുടങ്ങുള്ളൂ. മുസ്ലിം വെഡ്ഡിംഗ് ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് 12 മണിയൊക്കെ ആവും തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ അകത്തുനിന്ന് വീണ്ടും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വെച്ചു. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു 2-3 സ്നാക്സ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വാട്ടർമെലൺ ജ്യൂസും ഗ്രേപ്പ് ജ്യൂസ്, മാംഗോ ജ്യൂസ്, അതുപോലെ പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ ഒരുപാട് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഈ ഒരു 2-3 സ്നാക്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കഴിച്ച് നേരെ ചായയും കുടിച്ചിട്ട് നമ്മൾ ഹാളിലേക്ക് കയറാമെന്ന് വെച്ചു. അപ്പോഴേക്കും ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇതാണ് ബ്രൈഡൊക്കെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഇത് അവർ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. 12 മണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയത്. പിന്നെ ബ്രൈഡൽ എൻട്രി ആയി. പിന്നെ ബ്രൈഡ് സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞത് ബ്രൈഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേജിലേക്ക് എത്തി. പിന്നെ അത്യാവശ്യം 2000 പേരുടെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബിരിയാണി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ബിരിയാണി മാത്രമേ വാങ്ങിച്ചിട്ടായിരുന്നു. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ നമ്മളെ തിരിച്ച് വന്നു. വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഒരു ചായക്കടയിൽ കയറിയിട്ട് വൈഷു ചായയും ഞാൻ പാലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൂടി കുറവായതുകൊണ്ട് ഞാൻ ഈ വാട്ടർ ബോട്ടിൽ കുറേ നാളായി വാങ്ങിക്കണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും വെള്ളം കുടിക്കട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ ഭയങ്കര അത്യാവശ്യമാണ്. കാരണം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഷാമ്പൂ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഉള്ള ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിൽ വാങ്ങിച്ചു ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയൊരു ഈ ബോക്സും കൂടി വാങ്ങിച്ച് നമ്മൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് നേരെ പുറത്തേക്ക് പോവാണ്. പിന്നെ ഇത് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മളിത് ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ.